അസ്സലാമു അലൈക്കും. എസ് ആർ ഖലീജ് കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ ഷെഫ് മുസൈഫ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മട്ടൻ കറിയായിട്ടാണ്. ഇന്ന് നമുക്കൊരു മട്ടൻ കറിയാക്കിയാലോ? ഇന്ന് നമ്മൾ കല്യാണ വീട്ടുകളിൽ കിട്ടുന്ന ഒരു മട്ടൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അത് ഞാനിവിടെ 3 കിലോ മട്ടൻ ഇവിടെ എല്ലോട് കൂടി എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ 3 കിലോ മട്ടനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. വലിയ ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് എല്ലും ഇറച്ചിയും കൂടി ചേർന്നതാണ്. കണ്ടല്ലോ, എല്ലും ഇറച്ചിയായിട്ട് കൂടി ചേർന്നതാണ്. അതാണ് കൂടുതൽ കറി വെച്ചാൽ വലിയ രസമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കണമെന്നൊന്ന് നോക്കാം. അതവിടെ ഇരുന്നോട്ടെ. ഞാനിവിടെ ഒരു 1/2 കിലോ സവാള ഇതേമാതിരി ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ചോപ്പ് ചെയ്തതല്ല, അത് ഈ കിടന്നങ്ങ് വെന്തോളും. പിന്നെ ഞാനൊരു വെളുത്തുള്ളി കണ്ടല്ലോ, ഒരു 4 ഫുള്ള് അല്ലി 4 ഫുള്ള് വെളുത്തുള്ളിയാണ് ഞാൻ ഇതേമാതിരി ചതച്ചെടുത്തിട്ടുള്ളത്. 4 പീസ് ഫുള്ള് വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഇറച്ചിയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കാറിലേക്ക് വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു വലിയ പീസ് ഇഞ്ചി ഇതേമാതിരി ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇത് ജസ്റ്റ് മസാലയാക്കി വെച്ച മട്ടൻ നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഞാൻ ഇതേപോലെ കുറച്ച് ഗ്രാമ്പു, പട്ട, വലിയ ജീരകം, നോക്കിക്കാണി, ഫ്ലവർ സ്റ്റാർ, ഒരല്പം മല്ലി, ഏലക്ക, കുരുമുളക് എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉലുവയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരല്പം കടുവാണ്. ഒരു ചെമ്പ് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആദ്യം നമുക്കൊന്ന് ഒരല്പം കടുവ് ഇട്ട് കൊടുക്കാം. ഒരല്പം, തോന വേണ്ട, ഒരല്പം കടുവ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരല്പം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുവും കൂടെ ഇട്ട് ഒന്ന് കളറാകുമ്പോൾ, കരിഞ്ഞു പോകരുത്, ഒന്ന് കളറാകുമ്പോഴത്തേക്ക് നമുക്ക് പട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ നിങ്ങൾ, ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് മൂത്ത് വന്ന് അതിനകത്തോട്ട് നമുക്കിനി നമ്മൾ മസാലയാക്കി വെച്ച മട്ടൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ മട്ടൻ അതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. മട്ടനിട്ട് എല്ലാം തയ്യാറാക്കി നമ്മൾ മസാല എല്ലാം ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല ചെറിയ തീ വെച്ചിട്ട് വേണം ഇത് നല്ലതുപോലെ, വെറും ചെറിയ തീയല്ല, ആദ്യമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒരുവിധം മീഡിയം ഫയർ വെച്ചിട്ട്, പിന്നെ നമുക്ക് സ്ലോ ഫയർ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണമെന്നൊന്ന് നോക്കാം. മക്കളെ, ഇത് പൊളി പോപ്പിളാപ്പിയാണ് മക്കളെ. മട്ടൻ കറി നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, കുതുകുതാ കുതിക്കുന്നു. കണ്ടല്ലോ, കുതുകുതാ കുതിക്കുന്നതാ കണ്ടല്ലോ. നമ്മൾ മട്ടൻ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണി. ഇതാണ് മക്കളെ മട്ടൻ കറി. കണ്ടല്ലോ നിങ്ങൾ. ഇതിനകത്ത് നിങ്ങൾ ആ തക്കാളിയുടെ ജ്യൂസ് മാത്രം ഒഴിച്ചിട്ട് ഇതേപോലെ മസാല ആക്കി അങ്ങ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഇനി ഇതിനകത്ത് മല്ലിയിലയും കരിവേപ്പിലയും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കിക്കേ, കുറച്ച് മല്ലിയിലയും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഫൈനലാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കിതൊന്ന് ഓഫാക്കി, തീ ഓഫാക്കിയാണ്. ഒരു സെക്കൻഡ് കിടക്കട്ടെ. നോക്കി നമ്മളെ മട്ടൻ കറി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. മട്ടൻ കറി ഇതാണ് മക്കളെ മട്ടൻ കറി. ഇത് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളാണ് അറിയിക്കേണ്ടതുള്ളത്, നിങ്ങളാണ് ചോയ്സ് ചെയ്യുന്നത്. മട്ടൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കാണേ. ഈ മട്ടൻ കറി നിങ്ങളെ ജീവിതത്തിൽ ആദ്യമായിരിക്കും നിങ്ങൾ
അത്രയും ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറി കഴിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വെറും വാക്ക് പറയുന്നില്ല, നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ മട്ടൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായില്ല, നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.